നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പാ നദിയോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പന്തലുകളിലും അതിൻ്റെ സമീപ സ്ഥലങ്ങളിലുമൊക്കെ അയ്യപ്പന്മാർ മകരജ്യോതി ദർശിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. വളരെ നേരത്തെ മുതൽ തന്നെ അയ്യപ്പന്മാർ വിവിധ ഇടങ്ങളിലായിട്ട് അവർക്ക് ഈ മകരവിളക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കൈയടക്കി അവർ കാത്തിരിക്കുകയാണ്. വെയിലും മഴയും ഒന്നും ഞങ്ങൾക്ക് അതിന് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പന്മാർ മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ കാത്തിരിക്കുകയാണ്. അതിലും എടുത്തു പറയേണ്ടത് ഇന്ന് രാവിലെ 11 മണി മുതൽ പമ്പയിൽ നിന്ന് മുകളിലേക്ക് മല കയറുന്ന അയ്യപ്പന്മാരെ നിയന്ത്രിച്ചിരുന്നു. കാരണം 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്നിപ്പോൾ ശബരിമലയിലേക്ക് നേരത്തെ പറഞ്ഞ പ്രതീക്ഷും ശ്രീത്തും സൂചിച്ചതുപോലെ ദർശനമുണ്ടായിരുന്നത്. ബാക്കിയുള്ള അയ്യപ്പന്മാർക്ക് മകരവിളക്ക് കഴിഞ്ഞുള്ള സമയങ്ങളിലായിരിക്കും അയ്യപ്പ ദർശനം നടത്താൻ സന്നിധാനത്തേക്ക് മുകളിലേക്ക് കയറിപ്പോകാനുള്ള അനുവാദം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന പലയിടങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തു നിന്നടക്കം വന്ന അയ്യപ്പന്മാർ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴേ വളരെ ശാന്തരായി സമാധാനപരത്തോടുകൂടി ഇങ്ങനെ ഓരോ പന്തലിൽ കാത്തിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, മാളികപ്പുറമുണ്ട്. അവരൊന്നും യാതൊരു വഴക്കോ അല്ലെങ്കിൽ കുസൃതിയോ ഒന്നും കൂട്ടാതെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയ്യപ്പനെയും ദർശിക്കാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. എന്തായാലും പല അയ്യപ്പന്മാരും ദർശനം നടത്തി മടങ്ങി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പക്ഷേ ഇവരൊക്കെ മലയിറങ്ങി തിരികെ വന്ന് ഈ പമ്പയുടെ വിവിധ പ്രദേശങ്ങളിൽ KSRTCയുടെ ഹിൽ ടോപ്പുകളിലടക്കം പോയി കാത്തിരിക്കും. അവർക്ക് മകരവിളക്ക് കാണണം. മകരവിളക്ക് കണ്ട് അയ്യപ്പനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ആത്മനിർവൃതിയോടുകൂടി അവർക്ക് മലയിറങ്ങി പോകേണ്ടതാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും അവസാനം, അതായത് ഒരു വർഷം കാത്തിരുന്ന സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു മണ്ഡലകാലത്തിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ട് അയ്യപ്പന്മാർ മകരവിളക്ക് കണ്ട് അയ്യപ്പ ദർശനം നടത്തി മടങ്ങിപ്പോവുകയാണ്. ഇവിടുന്ന് മലയിറങ്ങി പോകുന്ന എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. യാതൊരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ കൂടാതെ ഈ ദിവസം വരെ മണ്ഡലകാലം കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മസന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംതൃപ്തി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉണ്ട് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതാണ്. മലയിറങ്ങി പോകുന്ന അയ്യപ്പൻ ഭക്തന്മാർക്ക് കൃത്യമായിട്ട് അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അവർക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് KSRTCയുടെ 1000 ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് പമ്പാ നദിയോട് ചേർന്നുള്ള ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അയ്യപ്പന്മാർ ഇറങ്ങി വരുന്ന മുറയ്ക്ക് ഇറങ്ങി വരുമ്പോൾ പോലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 35,000 നിജപ്പെടുത്തിയത്. ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ ഇവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ബാക്കിയുള്ള ദർശനം നടത്തുന്ന അയ്യപ്പന്മാർ കയറി പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ കയറി പോകാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അയ്യപ്പന്മാർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ഏതാണ്ട് 1 മണിക്കൂറിനകം ശരംകുത്തിയിലേക്ക് എത്തും. ഇപ്പോൾ ചെറിയാനവട്ടം പിന്നിടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അയ്യപ്പ ഭക്തന്മാർ അങ്ങേയറ്റം ക്ഷമയോടുകൂടി മകരവിളക്ക് കാണാൻ വേണ്ടി പമ്പയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.